9th സ്റ്റാൻഡേർഡിലെ 3rd ചാപ്റ്റർ പാരലൽ ലൈൻസിലെ ക്വസ്റ്റ്യൻ ആൻസറുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. പേജ് നമ്പർ 39-ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ ആൻ ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഓഫ് പെരിമീറ്റർ 11 സെൻറ്റിമീറ്റർ. അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 11 സെൻറ്റിമീറ്റർ ഉള്ള ഒരു വര വരക്കാം. സ്കെയിൽ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, 0-ൻ്റെ ഇടയ്ക്കും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം, 11-ൻ്റെ ഇടയ്ക്ക് മാർക്ക് ചെയ്യാം, എന്നിട്ടത് കൂട്ടി വരക്കാം. പിന്നെ നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ വേണ്ടതുകൊണ്ട് 3, 6, 9, 12 ഈ രീതിയിലുള്ള ഏതെങ്കിലും അളവിൽ ചെരിഞ്ഞ വര വരച്ചാൽ മതി. പക്ഷേ നമ്മുടെ ചിത്രം 11 ഈ വര എടുത്തത്. അപ്പോൾ 11 എടുത്തത് കൊണ്ട് 3, 6 എടുക്കുന്നതിനേക്കാളും നല്ലത് 9, 12 എടുക്കുന്നതാണ്. ഇപ്പോൾ 9 സെൻറ്റിമീറ്ററാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഇവിടെ കുത്തിട്ടിട്ട് 6-ൻ്റെ ഇടയ്ക്കും 3-ൻ്റെ ഇടയ്ക്കും എടുത്തിട്ട് വരഞ്ഞാൽ മതി. ഞാനിപ്പോൾ എടുക്കുന്നത് 12 സെൻറ്റിമീറ്ററാണ്. 12 സെൻറ്റിമീറ്റർ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൈനിനെ 3 തുല്യ ഭാഗങ്ങളാക്കാൻ 4-ൻ്റെ ഇടയ്ക്കും 8-ൻ്റെ ഇടയ്ക്കും ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യാം. ഇത് 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട് ഈ വരയെ. എന്നിട്ട് ഇതിങ്ങനെ യോജിപ്പിക്കുക. നമ്മളിനി 9 എടുത്തിട്ടുണ്ടെങ്കിൽ ആ വര ഇങ്ങനെയാണ് യോജിപ്പിക്കുന്നുണ്ടാവുക കേട്ടോ. നമ്മൾ വേണ്ടുന്നത് ഇവിടെ സമാന്തര വരകൾ വരയാനാണ്. പാരലൽ ലൈൻസ് വരയാൻ ഇതുപോലെ ഈ ഗ്യാപ്പ് ഒരുപോലെ ആയിരിക്കണം. സ്കെയിൽ കൊണ്ട് മാത്രം നമുക്ക് വരയാൻ പറ്റും, ശ്രദ്ധിച്ച് വരഞ്ഞാൽ മതി. സെറ്റ് സ്ക്വയർ എടുത്തിട്ടും വരയാം. അതിനുശേഷം ഇവിടെ വെച്ചിട്ട് ഇതുപോലെ തന്നെ സ്കെയിൽ എന്ത് ചെയ്യാം, ഒരേപോലെ നീക്കി കൊണ്ടുവരാം. അപ്പം നമ്മൾ ഈ 11 സെൻറ്റിമീറ്റർ എന്നുള്ള വരയെ 3 തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ 3 ഭാഗങ്ങളും തുല്യമായിരിക്കും. ഏതെങ്കിലും ഒരു അളവ്, ഒന്നിക്ക് നടുക്കുള്ളത് അറ്റത്തുള്ളത് ഇവിടെ ആണെങ്കിൽ എല്ലാ അളവും സെയിം ആയിരിക്കും. ഈ അളവ് എന്ത് ചെയ്യുക, കോമ്പസിലെടുക്കാം. കോമ്പസിലെടുത്തിട്ട് ഈ കോമ്പസ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കഷ്ണം വരയാം. ആ അളവ് മാറ്റാൻ പാടില്ല, അതേ അളവ് തന്നെ ഇങ്ങനെ വരയാം. ഇനി നിങ്ങൾ ഇവിടെയാണ് വരയുന്നതെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും വരിക, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും വരിക. അപ്പോൾ ഇവിടെ പിക്ചർ കിട്ടും. ഞാനിത് സൈഡിലാണ് വരഞ്ഞത്. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ മൊത്തം നീളം 11 ആണ്. അപ്പോൾ ഈ വരകളെല്ലാം തുല്യമായതുകൊണ്ട് ഇത് 3ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്താണ് കിട്ടുക, 11 കിട്ടുക. പിന്നെ നമുക്കറിയുന്നൊരു കാര്യമുണ്ട്, 11നെ 3 ഭാഗം തുല്യമായിട്ട് ആക്കണ്ടെങ്കിൽ പറ്റില്ല. നമുക്ക് 9 ആണെങ്കിൽ നമുക്ക് 3 വരും, അപ്പോൾ 12 ആണെങ്കിൽ 4 വരും. അപ്പോൾ 11 എന്ന് പറയുമ്പോൾ 3 പോയിൻ്റ് ചില്ലറയാണ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് 3.8 വരുന്നുണ്ട്. 3.8, 9 അങ്ങനെയുള്ള ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ആൻസർ കിട്ടുക. കറക്റ്റ് നമുക്ക് പോയിൻ്റ് ഇല്ലാണ്ട് ഫുൾ നമ്പർ ആയിട്ടുള്ള ഒരു ആൻസർ നമുക്ക് കിട്ടൂല. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡ്രോ എ സ്ക്വയർ ഓഫ് പെരിമീറ്റർ 15 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു സ്ക്വയർ വരയണം, അതിൻ്റെ ചുറ്റളവ് 15 ഉണ്ടാവണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കേണ്ടത് ആദ്യം 15 സെൻറ്റിമീറ്റർ ഉള്ള വര വരയാം. സമചതുരമാണ്. അപ്പം 15 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കെയിലിൻ്റെ മൊത്തമുള്ള നീളമായി. അപ്പോൾ അല്ലേ 15 സെൻറ്റിമീറ്റർ വര വരഞ്ഞിട്ട് ഇനി നമ്മളെ ചെരിഞ്ഞ വര, നേരത്തെ നമ്മൾ സമഭുജ ത്രികോണം വരയുമ്പോൾ 3 തുല്യ ഭാഗങ്ങളാണ് ആക്കിയത്. അപ്പോൾ ഇപ്പം 4 തുല്യ ഭാഗങ്ങളാക്കണം. അതിന് 4, 8, 12, 16 ഏതെങ്കിലും ഒരളവ് എടുത്താൽ മതി ചെരിഞ്ഞ വര. ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് 12 എടുക്കാം. 16 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കെയിലിൽ കൊള്ളൂല. അപ്പം എന്താണ്, ചെരിഞ്ഞ വര എന്തെടുക്കാം, 12 വരെ എടുക്കാം. നാല് തുല്യ ഭാഗങ്ങളാണ് ആക്കേണ്ടത്. 12നെ 4 തുല്യ ഭാഗങ്ങളാക്കണ്ടെങ്കിൽ 3, 6,
9, 12. അപ്പം 4 തുല്യ ഭാഗങ്ങളാക്കുന്നു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ അറ്റങ്ങൾ യോജിപ്പിക്കുക. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ഇങ്ങോട്ടേക്ക് നീട്ടി കൊടുത്താൽ മതി, കുറച്ച് ചെറുതായിട്ട് സ്കെയിൽ. നമ്മളിങ്ങനെ നീട്ടുന്നതിന് പകരം ഇങ്ങനെയുള്ളത് എന്ത് ചെയ്യുക, കുറച്ച് ബാക്കോട്ടേക്ക് നീട്ടി കൊടുക്കാം. ഓരോ ചിത്രത്തിനും അതിൻ്റേതായ രീതിയിൽ നമുക്ക് വരക്കാം. ഇതാ ഇപ്പോൾ സമാന്തര വരെ, കാരണം നിങ്ങൾ നോക്കിയാൽ ഈ ചെറിയ ഗ്യാപ്പായി വേണ്ടു സ്കെയിലിൻ്റെ ലെങ്ത്ത്. ഇതാ ഇവിടെയാണുള്ളത്. ഇവിടെ വെച്ചത് എന്ത് ചെയ്യുക, കുറച്ച് ബാക്കോട്ടേക്കാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമാന്തര വര സുഖമായിട്ട് വരയാൻ പറ്റും. പിന്നെ അത് ഇവിടെയുള്ളത് ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ട്, ഇതാ ഈ ഒരു പോയിൻറ്റ്സ് നമ്മുടെ വരയെ തുല്യ ഭാഗങ്ങളാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് സമചതുരമാണ് വേണ്ടത്. സമചതുരം നമുക്ക് ഈ വരേൻ്റെ എവിടെ വേണമെങ്കിലും വരക്കുന്നതിന് കുഴപ്പമില്ല. എല്ലാ ലെങ്ത്തും സെയിം ആയിരിക്കും. അറ്റത്ത് വരക്കുന്നുണ്ടെങ്കിൽ അറ്റത്ത് വരക്കാം, ഇനി ഇവിടെ വരക്കുന്നത് എവിടെയും വരക്കാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അളവ് കോമ്പസിലെടുക്കാം. എല്ലാ അളവും സെയിം ആയിരിക്കും. ഒരറ്റത്തെ വരക്കുന്ന അല്ലെങ്കിൽ നടുക്കോട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് കോമ്പസിലെടുക്കാം. എന്നിട്ട് നേരെ താഴോട്ടേക്ക് ആർക്ക് വരാം. ഇവിടുന്നും എന്ത് ചെയ്യുക, നേരെ താഴോട്ടേക്ക് വരയാം. ഇനി നമുക്ക് ശരിക്കും പ്രൊട്രാക്ടർ എടുത്തിട്ടാണ് വരേണ്ടത്. പ്രൊട്രാക്ടർ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ 0 ഡിഗ്രിയിൽ വെച്ചിട്ട് താഴോട്ടേക്ക് നമ്മൾ 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമ്മൾ ഈ സ്കെയിലിൻ്റെ ഈ വര കണ്ടോ, നിങ്ങൾ 0 എന്നുള്ള ഈ ഒരു വര കണ്ടോ, ആ വര നമ്മൾ എന്ത് ചെയ്യുക, ഈ ലൈനിൻ്റെ മേലെ വെക്കുക. അതായത് ഇതുപോലെ വെക്കുക. ഇതുപോലെ വെച്ചിട്ട് എന്നിട്ട് നമുക്ക് താഴത്തെ പോയിൻ്റ് വേണമെന്നൊന്നുമില്ല. ഇത് നമ്മളിപ്പം ഈ 90 ഡിഗ്രി വെച്ച പോയിൻ്റ് വേണമെന്നൊന്നുമില്ല. നമുക്ക് ഈ വരേൻ്റെ മേലെ വെച്ചിട്ട് സ്കെയിൽ നേരാമണ്ണം ഇതിൻ്റെ മേലെ വെച്ചിട്ട് കുത്തനെ അങ്ങോട്ട് താഴോട്ടേക്ക് വരഞ്ഞു കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും. സ്കെയിൽ അപ്പുറത്ത് ഞാൻ 90 ഡിഗ്രി മാർക്ക് ചെയ്തിട്ടില്ല. സ്കെയിൽ ഇതുപോലെ സ്കെയിലിൻ്റെ വര 0ത്തിൻ്റെ വര ഇതിന് നേരെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരഞ്ഞാൽ മതി. അപ്പോൾ എന്താകുമ്പോൾ ഇവിടെ നമ്മുടെ നേരത്തെ വരഞ്ഞ ആർക്ക് ചാപത്തിന് മുട്ടുന്നുണ്ട്. അതും നമ്മുടെ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യുക, യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യുക, ഭംഗിയിലൊന്ന് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞതുപോലെ 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ചിത്രം. ഇത് എന്ത് ചിത്രമാണ്? ഒരു സമചതുരമാണ്. അപ്പം നമ്മൾ സമഭുജ ത്രികോണവും വരച്ചു, സമചതുരവും വരക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു. സമചതുരാകുമ്പോൾ ഓർമ്മിക്കേണ്ടത് എല്ലാ വശങ്ങളും തുല്യവുമായിരിക്കണം. അതെല്ലാം കൂടെ പ്ലസ് ചെയ്താൽ 15 സെൻറ്റിമീറ്റർ ആവാൻ വേണം. അതുകൊണ്ട് ആദ്യം ഞാൻ എടുത്തത് എത്രയായിരുന്നു? 15 ആണ്. പിന്നെ ചെരിച്ചിട്ടെടുത്തത് 12 ആണ്. പക്ഷേ 3, 3, 3, 3 വെച്ചിട്ട് അതിനെ കട്ട് ചെയ്ത് സമാന്തര വര വരഞ്ഞിട്ടാണ് ഞാൻ ഈ ഫിഗർ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വരച്ചു നോക്കുക. വരച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബായ്.